നല്ലൊരു ഒക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയതാണ് ബദാം ഹൽവ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ബദാം ഹൽവ നമുക്ക് ഉണ്ടാക്കാമെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നമുക്ക് ഈ ബദാം ഹൽവ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ബദാം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബദാം ഇതേപോലെയാണല്ലോ കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം അതിൻ്റെ സ്കിൻ ഇതേപോലെ കളഞ്ഞെടുക്കുക. ആ ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കിൻ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിനി കുറച്ച് പാല് ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് പാല് ചേർക്കാം. ഒരു 1/3 കപ്പ് പാല് ചേർത്ത് അരച്ചെടുക്കാം. ഇതേപോലെ പേസ്റ്റായിട്ട് കിട്ടി. ഞാനൊരു 1/2 കപ്പ് പാല് മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. ഞാൻ ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. ഉരുളിക്ക് വേറെ നോൺ സ്റ്റിക്ക് കുക്ക് വെയറോ അല്ലെങ്കിൽ ഇനി കുക്ക് വെയറോ ഉപയോഗിക്കാം. ഉരുളിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നിങ്ങൾ അരച്ച് വെച്ചേക്കുന്ന ഈ ബദാമിൻ്റെ മിക്സ്ചർ ചേർക്കാം. ഒരു 2-3 മിനിറ്റ് ഈ നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് 1/4 കപ്പാണ്. നമ്മൾ 1 കപ്പ് ബദാമാണല്ലോ ഉപയോഗിച്ചത്. 1 കപ്പ് ബദാം എന്ന് പറഞ്ഞാൽ ഏകദേശം 150 ഗ്രാം കാണും. ഇതിലേക്ക് കുറച്ച് പാല്, പഞ്ചസാര അലിയാനും മാത്രം കുറച്ച് പാലൂടെ ചേർക്കാം. 1/8 കപ്പ്, 1/4 കപ്പിൻ്റെ പകുതി പാലൂടെ ചേർക്കാം. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ നന്നായിട്ടൊന്ന് അയഞ്ഞ് വരും, അത് ലൂസായിട്ട് വരും. അതായത് നമ്മൾ നന്നായിട്ട് നെയ്യിട്ടാലാണ് ബദാം ഹൽവയ്ക്ക് എപ്പോഴും രുചി. നെയ്യുടെ ഒരു ഫ്ലേവർ മുമ്പിൽ നിൽക്കണം. ഇനി ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. നെയ്യ് ചേർക്കുമ്പോൾ ഗ്രാജുവലി ആഡ് ചെയ്യുക. ആദ്യം 2 ചേർത്തു, പിന്നെ 3. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ഹൈ ഹീറ്റിലാണെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നെയ്യിട്ട് ഒരു 5 മിനിറ്റും കൂടെ വഴറ്റുമായിരുന്നു. ഇനി വീണ്ടും കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. മൊത്തം ഒരു 1/2 കപ്പ് നെയ്യാണ്. മെൽറ്റഡ് ഗീ ഒരു 1/2 കപ്പാണ് മൊത്തം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് സാഫ്രൺ ചേർക്കാം. സാഫ്രൺ ചേർക്കുമ്പോൾ നല്ല നിറം കിട്ടും. സാഫ്രൺ ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. നിറവും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. ഒരു 5 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നെയ്യുടെ മയൊട്ടും ഇല്ല. അടുക്കി പിടിക്കുന്ന പോലെ ഉണ്ട്. അപ്പം വീണ്ടും നെയ്യ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. എപ്പോഴും നമ്മൾ അതിൻ്റെ പരുവായ നോക്കുന്നത് കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇടുക. അത് ഒന്ന് ആറിക്കഴിയുമ്പോൾ ഉരുട്ടി നോക്കുമ്പോൾ ഉരുട്ടാൻ പറ്റുന്നൊരു പരുവാണെങ്കിൽ, കയ്യിലൊട്ടാത്തൊരു പരുവാണെങ്കിൽ ഹൽവ റെഡി. അപ്പോൾ നമ്മുടെ ഹൽവ ഓൾമോസ്റ്റ് റെഡിയാണ്. ലാസ്റ്റ് ബാക്കിയുള്ള നെയ്യും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കൂടെ ഉണ്ടാവും. അപ്പോൾ 1/2 കപ്പ് മൊത്തം നെയ്യ് ചേർത്തു. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. ഇനി 1-2 മിനിറ്റും കൂടെ ആ നെയ്യ് ഫുൾ അബ്സോർബ്ഡ് ആവുന്ന വരെ ഒന്ന് ഇളക്കുക. ഈ ഒരു പരുവത്തിൽ നമ്മൾ കുറച്ചെടുത്ത് കൂളായിട്ട് ഉരുട്ടി നോക്കുകയാണെങ്കിൽ ഉരുട്ടി എടുക്കാൻ പറ്റും. ആ ഒരു പരുവത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് ഓഫ് ചെയ്തു. ഇതിലേക്ക് കുറച്ച് കാർഡമം പൗഡർ ഇല്ലാതെ നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കും. ഈ ബദാം തന്നെ വെച്ചിട്ടുണ്ടാക്കും. ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ ചേർത്തു. ചിലയിടത്തൊക്കെ ബദാം ഹൽവ കഴിക്കുമ്പോൾ ഒട്ടും കാർഡമമിൻ്റെ ഫ്ലേവർ ഉണ്ടാകത്തില്ല, ബദാമിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുമ്പ് നിൽക്കുന്നത്. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏലക്കയുടെ പൊടിയും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് വരുന്നത്. ഇത് റെഡിയാണ്, ഹൽവ റെഡിയാണ്. ഇനി സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം മൊത്തം ഒരു 15 മിനിറ്റോളം ടൈം എടുത്തു. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ചൂടാറുമ്പോഴത്തേക്ക് ഇപ്പോൾ കണ്ട ഒട്ടും പിടിക്കുന്നില്ല, വിട്ട് വരും. ആ ഒരു പരുവം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചൂടാറുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ഒരു പരുവാകും. സെർവിങ് ബോളിലേക്ക് എടുക്കാം.
ബദാം ഹൽവ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സ്മൂത്ത് ടെക്സ്ചറാണല്ലോ, അതിനൊരു ഇടയ്ക്കൊരു ബൈറ്റ് കിട്ടാനായിട്ട് കുറച്ച് റോസ്റ്റഡ് ആമണ്ട്സ് ആണ്. ഒന്നെങ്കിൽ മൈക്രോവേവ് വെച്ച് 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തവയിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹൽവയാണ്. 15 മിനിറ്റ് സമയം മാത്രം മതി നമുക്ക് ഇത് മൊത്തത്തിൽ ഉണ്ടാക്കാം. കുക്കിംഗ് ടൈം അത്രേ എടുക്കത്തുള്ളൂ. കൂടാതെ നല്ല രുചിയാണ്. ഒരു ഒക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ബദാം ഹൽവ. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.